രണ്ടുമൂന്ന് പട്ടിയുടെ മുകളിലുണ്ട്. പട്ടിയെ ഓ ഇതിൻ്റെ മുകളിലുണ്ട്. സീനകളിൻ
സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സാറാഫുകളാലും ദൂതന്മാരാൽ സ്തുതിക്കപ്പെടുന്ന മഹത്വപ്പെടുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ സമയം അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉയർത്തുവാൻ, യഥാർത്ഥമായി അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, അങ്ങ് സ്തുതിപ്പാൻ അങ്ങ് തന്ന ഈ ദിവ്യമായ അവസരത്തിനായി നന്ദി പറയുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അങ്ങുണ്ട് എന്ന് വചനത്തിലൂടെ കൽപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങളുടെ മധ്യയെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾപ്പാൻ, ഞങ്ങളെ അനുഗ്രഹിപ്പാൻ കർത്താവെ അങ്ങ് വന്നിരിക്കുന്ന മഹാദയക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായും അതിശയകരമായും നടത്തുന്നത് ഞങ്ങൾ ഓർക്കുന്നു. നൽകിയ നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. എണ്ണുവാൻ അസാധ്യമായ നിരവധിയായ ബഹുതമായ നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈവികമായ സ്നേഹവും ദൈവികമായ കരുതലും ദൈവികമായ സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നുപോയ കുറവുകളെ, ലംഘനങ്ങളെ, പാപങ്ങളെ നിങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഭവനങ്ങളിലായിരുന്നതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, തങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിന്റെ നിറസാന്നിധ്യം അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസരം വരെ കൂടിയിരിക്കണമേ. സകല സ്തുതിയും മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. നമുക്കിപ്പോൾ കീർത്തന പുസ്തകത്തിലെ 40-ാമത്തെ പാട്ട് പാടാം. കീർത്തന പുസ്തകത്തിലെ 40-ാമത്തെ പാട്ട്.
പാടിക്കൊണ്ടാടുവാൻ കൃപ ചെയ്യുക ഈശാനിൻ പാദത്തെ തൊഴുതിടുന്നേ. സ്തോത്രത്തിൻ പാത്രം നീയേ നാഥാ, സ്തോത്രം സ്തുതി നിനക്കേ. നേത്രം മൊഴി പ്രണാദാത്രിയിൽ കാത്തതാൽ സ്തോത്രം സ്തുതി നിനക്കേ. നേത്രം മൊഴി പ്രണാദാത്രിയിൽ കാത്തതാൽ സ്തോത്രം സ്തുതി നിനക്കേ. സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ ഒന്നാമത്തെ പുറം. സാധാരണ ആരാധനക്രമം വായനാ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ടപാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിലേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ. നിന്നെ, നിന്റെ ഇഷ്ടത്തെയും കുറിച്ചുള്ള സത്യ-അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 66-ാമത്തെ സങ്കീർത്തനം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കും. സങ്കീർത്തനം 66 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി
ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ കഷ്ടത്തിൽ ആയിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ, നിന്റെ വിശുദ്ധ ഈശോസ്ഥാൻ നല്ല കാര്യങ്ങൾ നിരൂപിപ്പാനും നിന്റെ കരുണയുള്ള നടത്തിപ്പിനാൽ അവയെ നിവർത്തിപ്പാനും അടിയങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. ഇന്നത്തേക്കായിട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം ഈസ്റ്ററിന്റെ 6ാം ഞായറായ ഇന്നത്തേക്കുള്ള ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 17ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത്
ദിവസേന കണ്ടുവരുന്നതും സംഭാഷിച്ചു പോന്നു. എപ്പിക്യൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപകുന്നിന്മേൽ കൊണ്ടുചെന്ന്, നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അധേനക്കാരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. പൗലോസ് അരയോപകമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിക്കാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകത്തിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് ഒത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിശ്ചയിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവൻ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിപ്പിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവർക്കായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിൽ നിന്ന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. നമുക്ക് നീറ്റ് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യം. കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടും കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടും കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. ക്രിസ്തുവേ നിനക്ക് സ്തോത്രം. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ചിരിക്കുന്നത്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചിരുന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് പാർപ്പിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിദ്വാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയിൽ പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 207-ാമത്തെ പാഠം. പുതിയ പുസ്തകത്തിൽ 207, വലിയ പുസ്തകത്തിൽ 542. വലിയ പുസ്തകത്തിൽ 542. സന്തോഷം കൊണ്ടാനന്ദിപ്പായി കൊണ്ടു നിറയ്ക്കണമേ. ഇന്നാത്മായി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം
സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ. ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുപോലൊരുക്കേണമേ. ഇന്നു മെഴുകുപോലൊരുക്കേണമേ. ആത്മനിരങ്ങളെ ഒരുക്കിടുവിൻ. ആത്മനിരങ്ങളെ ഒരുക്കിടുവിൻ. സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ. സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കേണമേ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കേണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിർത്താതെ. മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. ഈസ്റ്ററിന്റെ 6ാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നേരത്തെ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം കാണുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന
ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതവും മനോഹരവുമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ വിശുദ്ധ ദിവസം ഇപ്രകാരം ഒരു കൂട്ടായ്മ അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിനായി നന്ദി പറയുന്നു. ദൈവമേ, വിവിധ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉള്ളങ്ങളെ ഉയർത്തുവാൻ, യഥാർത്ഥമായിട്ട് അങ്ങയെ വിളിച്ചപേക്ഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി, അനുഭവത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി, ധ്യാനിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്ന ഈ വചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളുടെ മർമ്മങ്ങളെ ഞങ്ങൾ ശരിയായിട്ട് ഗ്രഹിപ്പാൻ, ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ അങ്ങയുടെ ആത്മാവിനെ അങ്ങ് ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ. വചനം ശരിയായിട്ട് ശ്രവിച്ച് ഹൃദയത്തിൽ നിക്ഷേപിച്ച് 30, 60, 100 മേനി ഫലം കൊടുപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഉരക്കല്ല് അനുസരണം ആയിരിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ ഉരക്കല്ലും അനുസരണമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യേശുവോട് പറവാൻ എളുപ്പമാണ്. എന്നാൽ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. ഏത് ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും പറയുന്ന ഉത്തരം, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെയാണ്. വാക്കുകൾ കൊണ്ട് നമുക്കങ്ങനെ പറയാം. പക്ഷേ അത് പ്രവൃത്തിയിലൂടെ നാം കാണിക്കേണ്ടതായിട്ടുണ്ട്. അനുസരണമില്ലാത്ത സ്നേഹം കപട സ്നേഹം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അനുസരണമില്ലാത്ത സ്നേഹം. അനുസരണം ഏത് യാഗത്തെക്കാളും ശ്രേഷ്ഠമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത് യാഗങ്ങളെക്കാളും, ധാരാളം യാഗങ്ങളെ കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. എന്നാൽ അനുസരണം എല്ലാ യാഗങ്ങളെക്കാളും ഉന്നതമാണ്, ശ്രേഷ്ഠമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, അനുസരണയുള്ള മക്കളെ മാതാപിതാക്കൾക്ക് വളരെ ഇഷ്ടമാണ്. അനുസരണമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് വളരെ ഇഷ്ടമാണ്. അനുസരണമുള്ള സഹപ്രവർത്തകരെ വളരെ ഇഷ്ടമാണ്. അനുസരണം ഏറ്റവും പ്രധാനമാണ്. ഈ അനുസരണം സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹത്തിൽ നിന്നാണ് അനുസരണം ഉണ്ടാകുന്നത്. അപ്പോൾ നാം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുകയാണ്. നാം അവനെ അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ അനുസരണത്തിലൂടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്ക് അറിയാം. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു, പക്ഷേ പലരും ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു. ആദിയിൽ ആദാമും ഹവ്വയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയാണ്. ദൈവം വളരെ സ്നേഹിച്ചവരാണ് ആദാമും ഹവ്വയും. ആദാമും ഹവ്വയും ദൈവത്തെയും അതുപോലെ സ്നേഹിച്ചു. പക്ഷേ അവർ പാപത്തിൽ വീണുപോയി. അവർ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് ദൈവത്തിൽ നിന്നും അവരെ അകറ്റി എന്നുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ പിതാവ് ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. പക്ഷെ അവൻ, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പിതാവ് ഇപ്പോൾ വിചാരിച്ചു മൂത്ത മകൻ പോകത്തില്ല, ആദ്യത്തെ മകൻ പോകത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ഞാൻ പോകാം അപ്പ എന്നവൻ പറഞ്ഞു. പോയില്ല താനും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പോകാമെന്ന് പറഞ്ഞ രണ്ടാമത്തവൻ പോയില്ല, പക്ഷെ ആദ്യം ഞാൻ പോകില്ല എന്ന് പറഞ്ഞ മകൻ പോയി. ഈ 2 പേരിൽ ആരാണ് അപ്പൻ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് എല്ലാ പേരും പറയുകയാണ്. അനുസരണം ഏറ്റവും പ്രധാനമാണ്. അനുസരണം ദൈവം നമ്മിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നത് അനുസരണമാണ്. ഒരുവൻ ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഇല്ല എന്നുള്ളതാണ് നാം കാണുന്നത്. 1 യോഹന്നാൻ 5:3 നാം നോക്കുമ്പോൾ, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നല്ലയോ ദൈവസ്നേഹം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതാണ് ദൈവത്തിലുള്ള സ്നേഹം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ നാം പൂർണ്ണമായിട്ട് പ്രമാണിക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ കൽപ്പനകൾ, 10 കൽപ്പനകൾ, ന്യായപ്രമാണം നാം മനസ്സിലാക്കുന്നു. അതിനോടനുബന്ധിച്ച് ധാരാളം ഉപനിയമങ്ങളും നാം കാണുകയാണ്. എന്നാൽ കർത്താവായ യേശു പുതിയ നിയമ ഇസ്രായേലിർക്ക് നൽകുന്ന 2 കൽപ്പനകൾ, ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നാമും സഹമനുഷ്യരെ സ്നേഹിക്കുന്നവരാകണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ പോരാ, സഹമനുഷ്യരെ സ്നേഹിക്കുന്നതിലൂടെ അത് പ്രകടമാക്കേണ്ടതായിട്ടുണ്ട്. അതെ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് തിരുവചനം പറയുന്നു. കൂടെയുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. അതെ, നാം ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. പൂർണ്ണമായി, അതിൽ അല്പം പോലും കുറയ്ക്കുവാനായിട്ടില്ല. പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. സഹമനുഷ്യരെ തന്നെപ്പോലെ സ്നേഹിക്കുന്നവരാകണം. ദൈവത്തെ നാം എപ്രകാരം സ്നേഹിക്കുന്നു? ദൈവത്തിന്റെ കൽപ്പനകൾ, വചനങ്ങൾ നാം കേട്ട് അനുസരിക്കുന്നുണ്ടോ? അവന്റെ പാതകളിൽ, വഴികളിൽ നാം നടക്കുന്നുണ്ടോ? അവന്റെ മക്കളായി നാം ജീവിക്കുന്നുണ്ടോ? ദൈവമക്കളെന്ന് പറഞ്ഞാൽ പോരാ. ദൈവമക്കളെന്ന് നാം പറഞ്ഞാൽ പോരാ. നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ പറയണം, അവൻ ഒരു ദൈവമകനാണ്, ദൈവമകളാണ്. നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തി കണ്ട് നമ്മെ മറ്റുള്ളവർ ദൈവമക്കളെന്ന് പറയുമോ എന്നുള്ളത് നാം ചിന്തിക്കണം. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, ഈ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണുമെന്നാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ വാഗ്ദത്തം ചെയ്യുകയാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും സത്യത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. ഈ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു അർത്ഥം സഹായി എന്നാണ്. അതെ, സഹായി. മറ്റൊരു അർത്ഥം ഉപദേശകനെന്നുമുണ്ട്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ തക്കവണ്ണം, നമ്മെ ശരിയായ പാതയിൽ നയിക്കുവാൻ തക്കവണ്ണം, നമ്മെ ഉപദേശിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മേൽ അയക്കുകയാണ്. അതെ, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുവാൻ തന്റെ ആത്മാവിനെ അയക്കുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവാം ദൈവം എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവൻ നമ്മിലുണ്ട്, അവൻ നമ്മോട് കൂടെ ഉണ്ട്.
എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുകയാണ്. ആ സത്യത്തിന്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നുവെന്നാണ്. സത്യം എന്താണ്, ശരി എന്താണെന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഉണർത്തിച്ചു തരുന്നു. സത്യം എന്താണ്, ശരി എന്താണ് നമുക്കറിയാം. ശരി എന്താണെന്നുള്ളത് നമുക്കറിയാം, സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇന്ന് പലപ്പോഴും സത്യവും നീതിയും ന്യായവും നമുക്ക് അറിയാമായിരുന്നിട്ടും അത് നാം വിട്ടൊഴുകി ജീവിക്കുകയാണ്. പലപ്പോഴും സത്യം വിട്ട് നാം ജീവിക്കുകയാണ്. വക്രതയുള്ള ഒരു അവസ്ഥ. പലപ്പോഴും മനുഷ്യ ഹൃദയങ്ങൾ വക്രതയുള്ളതായി, ചതിവുള്ളതായിട്ട് പലപ്പോഴും കാണപ്പെടുകയാണ്. അതെ, ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിന് വഴി വിട്ട് നടക്കുന്നവരായിപ്പോ കപടവിശ്വാസവും കപടഭക്തിയും കൈമുതലായുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പുറമേ ദൈവത്തിന് മുൻപിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല. നാം നേരത്തെ പറഞ്ഞതുപോലെ മത്തായി 21:28 പറഞ്ഞതുപോലെ രണ്ടാമത്തവൻ അപ്പന്റെ മുൻപിൽ നല്ല പിള്ളയായി, ഞാൻ പോകാം അപ്പ എന്ന് പറയുകയാണ്. പക്ഷെ പോയില്ല. പലപ്പോഴും പുറമേ ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായി നാം അഭിനയിക്കുകയാണ്. പലപ്പോഴും ഈ ക്രിസ്ത്യാനിത്വം ഒരു അഭിനയമായിട്ട് മാറിയിരിക്കുകയാണ്. ഭക്തി ഒരു അഭിനയമായിട്ട് മാറിയിരിക്കുന്നു. ഹൃദയത്തിൽ തൊട്ടുള്ള ഭക്തിയുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. പലപ്പോഴും ക്രിസ്ത്യാനികൾ അഭിനയിക്കുന്നവരായി, ഭക്തി അഭിനയിക്കുന്നവരായിട്ട് പലപ്പോഴും കാണപ്പെടുന്നു. ഹൃദയപൂർവമായിട്ടുള്ള ഭക്തിയുണ്ടോ? നമ്മുടെ ഉള്ളിൽ ശരിയായ ഭക്തിയുണ്ടോ? ശരിയായ വിശ്വാസമുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവിക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിലേ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹം വളരെ ഉന്നതമാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന സ്നേഹം ശ്രേഷ്ഠമാണ്. അതിന് അളവുകോലില്ല. അത് ഒരു മാനദണ്ഡവും അനുസരിച്ച് അളക്കുവാൻ സാധ്യമല്ല. കർത്താവ് മനുഷ്യകുലത്തോട് കാണിച്ചിരിക്കുന്ന സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, അതിന്റെ ആഴവും പരപ്പും നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സ്നേഹം ഉന്നതമായിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, നമ്മുടെ ധ്യാനഭാഗത്ത് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറയുകയാണ്. ഇതിന് രണ്ട് അർത്ഥങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന്, യേശു വീണ്ടും തന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വരും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവാം ദൈവത്തിലൂടെ ക്രിസ്തു വീണ്ടും നമ്മിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്, കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ക്രിസ്തു തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുന്നു. തനിക്കായിട്ട് കാത്തിരിക്കും തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം. ഇവിടെ കർത്താവ് പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവനെ താനും തന്റെ പിതാവും സ്നേഹിക്കുമെന്നാണ്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നാം സ്നേഹിച്ചതല്ല, നാം ആദ്യം സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. അതെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. റോമർ 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകി വരികയാണ്. പരിശുദ്ധാത്മാവാം ദൈവം ഈ സ്നേഹം നമ്മിൽ ഉളവാക്കുന്നു. ദൈവിക സ്നേഹം നമ്മിൽ ഉളവാക്കുന്നു. നമ്മിൽ നിന്നും എന്തുമാത്രം സ്നേഹം ദൈവത്തിലേക്കും നമ്മിൽ നിന്നും എന്തുമാത്രം സ്നേഹം മനുഷ്യരിലേക്കും ഒഴുകുന്നു എന്നുള്ളത് നാം ഓർക്കണം. പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവിക സ്നേഹം നാം അറിയുകയാണ്. നമ്മിലേക്ക് ധാരാളമായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്.
ഈ ദൈവിക സ്നേഹം നമ്മിൽ നിന്നും ദൈവത്തിങ്കിലേക്ക്, നമ്മിൽ നിന്നും സഹമനുഷ്യരിലേക്ക് പ്രകാരം ഒഴുകുന്നു. എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് കർത്താവ് പറയുക. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനായിട്ട്, കർത്താവിന് ശരിയായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്ത്യാനികളായി പലപ്പോഴും ക്രിസ്ത്യാനികൾ കാണപ്പെടുകയാണ്. ക്രിസ്തുവിനെ അറിയാത്തവരാണ്. കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും, ഞാനും സ്നേഹിക്കും, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. അതെ, നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ സ്നേഹിക്കാം, പൂർണ്ണമായിട്ട് കർത്താവിനെ അനുസരിക്കാം. കർത്താവിൽ വിശ്വസിക്കുന്നവരായി, കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായി, കർത്താവിനെ അറിഞ്ഞവരായിട്ട് നമുക്ക് ജീവിക്കാം. ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട്, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനെ അനുസരിച്ചുകൊണ്ട് അവനെ നമുക്ക് തിരിച്ചറിയാം, അവനെ ശരിയായിട്ട് അവനെ ഗ്രഹിക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കർത്താവിന്റെ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ, നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ 418 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 418, വലിയ പുസ്തകത്തിൽ 257 പാട്ട്. വലിയ പുസ്തകത്തിൽ 257 പാട്ട്. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. ലോകസ്ഥാപനമുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വേളിയാ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വേളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. സിയോനിലെനിക്കായി മുലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വിലയും തികച്ചു, സ്വർഗീയ താതനിൻ വിലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ, സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവെന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ,
സ്വരൂപനിൻ അതുല്യ സ്നേഹമേ ജീവകിരീടവും ജ്യോതിയ വസ്ത്രവും നിധിയും ചെങ്കൊലും ധരിച്ചു വാഴുവാൻ നിധിയും ചെങ്കൊലും ധരിച്ചു വാഴുവാൻ മുൾമൂടി ധരിച്ചു നിന്നയും സഹിച്ച മുൾമൂടി ധരിച്ചു നിന്നയും സഹിച്ച മന്നാതി മന്നനിൻ മാറാത്ത സ്നേഹമേ മന്നാതി മന്നനിൻ മാറാത്ത സ്നേഹമേ വീണ്ടെടുപ്പിൻ കരം പാടും ഞാൻ സിയോനിൽ വിണ്ടൂതർക്കും പാടാൻ അസാധ്യമേത് വിണ്ടൂതർക്കും പാടാൻ അസാധ്യമേത് കൽവരിഗിരിയിൽ കൽവരം തുളച്ച കൽവരിഗിരിയിൽ കൽവരം തുളച്ച ഉന്നാടൻ പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ കുഞ്ഞാടൻ പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. നല്ല നിലമാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങളെ നിക്ഷേപിപ്പാൻ, ശരിയായ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിപ്പാൻ അങ്ങയുടെ ആത്മാവിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, ആലയത്തിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അങ്ങ് തൃക്കാൻ പ്രാർത്ഥിക്കണമേ. തങ്ങളായിരിക്കുന്ന ആലയത്തിലും തങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലും കർത്താവിൻ്റെ നിറസ്ഥാനത്തിൽ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഓരോ ഭവനങ്ങളിലും കർത്താവ് ഇടപെടണമേ. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കായി കർത്താവ് ജീവിച്ചയച്ചിരിക്കുന്നുവല്ലോ. ഓരോ കുടുംബങ്ങളുടെയും പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നുവല്ലോ. ഓരോ ഉള്ളങ്ങളിലെയും പ്രാർത്ഥനകൾക്ക് ഒത്തവണ്ണം, ഓരോ ഭവനത്തിൻ്റെയും അവസ്ഥകൾക്ക് ഒത്തവണ്ണം കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണതകളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ അങ്ങയുടെ സാക്ഷികളായി വിശ്വാസത്തിൽ നിലനിൽപ്പാൻ അങ്ങിടയാക്കണമേ. ദൈവമേ, മുതിർന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ കർത്താവിന് വചനങ്ങളെ ശോധന ചെയ്ത് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഓരോ യൗവനക്കാരായ മക്കളെ ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഇതര പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങ് യഥാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, അങ്ങേ അനുസരിക്കുവാൻ, ഞങ്ങളുടെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, ഗാനദീപവും പാതി പ്രകാശവുമാകുന്ന വചനത്തിൽ വേരൂന്നി വളരുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ
രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും അങ്ങയുടെ സന്നിധിയിലുമായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, പൂർണ്ണമായിരിക്കുന്ന രോഗസൗഖ്യം അങ്ങ് പ്രദാനം ചെയ്യണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായി വിടുതൽ അങ്ങ് നൽകണമേ. എന്ത് രോഗമായാലും അത് മാറ്റുവാൻ കർത്താവ് സർവശക്തനാകുന്നുവല്ലോ. സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ആരായുന്നുവല്ലോ. ദൈവമേ, സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് ഓരോരുത്തരും പറവാൻ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയാക്കണമേ. ദൈവമേ, രോഗികൾക്ക് പൂർണ്ണ വിടുതലങ്ങ് നൽകണമേ. ദൈവമേ, മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പുറത്തു പറയുവാൻ സാധിക്കാത്ത ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, അവിടെ ഭാരങ്ങളെ കർത്താവ് നീക്കണമേ. അവിടെ ആകുലതകളെ, നിരാശകളെ അങ്ങ് നീക്കണമേ. അവിടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകണമേ. ദൈവമേ, സാമ്പത്തികമായി ഇറുക്കത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് COVID-19 മൂലം ജോലികൾ നഷ്ടപ്പെട്ട് ഉപജീവന മാർഗമില്ലാതെ സാമ്പത്തികമായി ഇറുക്കത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുതിയ മുഖാന്തരങ്ങൾ അങ്ങ് തുറക്കണം, പുതിയ വഴികളെ അങ്ങ് തുറക്കണമേ. സാമ്പത്തികമായ ഉറവിടങ്ങളെ അങ്ങ് തുറക്കണമേ. സാമ്പത്തികമായ സമൃദ്ധി ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ആത്മീകമായും ഭൗതികമായും നന്മകൾ കൊണ്ട് നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. അന്ന് തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഈ കാച്ചാണി ഗോസ്ബൽ ലൂഥറൻ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു സഭ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ദൈവം ഞങ്ങളുടെ സഭ ആത്മീകമായും ഭൗതികമായും വളർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ കാണിക്കകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ കാണിക്കകൾ സമർപ്പിക്കുന്നവരെ ഈ സമയം ഓർക്കുന്നു. ദൈവമേ, കാണിക്കകളെ സ്വീകരിക്കണമേ. നൽകുന്ന കരങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതലായി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും ഉയർച്ചയും നൽകണമേ. ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ ക്യാൻഡിൽ നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്ന ആദിയെയും അധീനയെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ദൈവമേ, ആദിയെ ക്രിസ്തഫറിനെയും അധീനയെ ക്രിസ്തഫറിനെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. രണ്ട് മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കണമേ. നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും കുഞ്ഞുങ്ങൾ വളരുവാൻ, അങ്ങയുടെ മക്കളായി വളരുവാൻ ഇടയാക്കണമേ. ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ചാൾസിനെയും കുടുംബത്തെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മാസക്കാലം ദൈവം നൽകിയ നന്മയുടെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ പ്രിയ കുടുംബത്തെ ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു. ദൈവനെ തൃക്കൻ പാർക്കണമേ. വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കർത്താവെ, വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന ശശിധരൻ എന്ന പ്രിയ കുടുംബനാഥനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ കുടുംബനാഥൻ രോഗാവസ്ഥയിലായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആശുപത്രിയിലായിരുന്നുവല്ലോ. കർത്താവെ, നേരിട്ടിരിക്കുന്ന ആ രോഗാവസ്ഥ കർത്താവ് നീക്കണമേ. ലഭിക്കുന്ന ചികിത്സകളിലൂടെ, മരുന്നുകളിലൂടെ കർത്താവ് പ്രവർത്തിക്കണമേ. ഇപ്പോഴുള്ള രോഗാവസ്ഥയ്ക്ക് പൂർണ്ണ മാറ്റമുണ്ടാകുവാൻ കർത്താവ് സ്പർശിക്കണമേ. കർത്താവ് തൊട്ട് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുഷ്പ എന്ന പ്രിയ കുടുംബനാഥിനെ ബലപ്പെടുത്തണമേ. തളർന്നു പോകാതെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ ഇടയാക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൻ സ്വീകരിക്കണമേ. ദൈവ സ്തോത്ര കാണിക്ക് നൽകിയിരിക്കുന്ന രാജേഷിനെയും പ്രീജയെയും ഈ സമയം ഓർക്കുന്നു. കർത്താവെ, പ്രിയ കുടുംബനാഥിനെയും കുടുംബനാഥിനെയും ഈ സമയം ഓർക്കുന്നു. ദാനമായിട്ട് നൽകിയിരിക്കുന്ന പ്രതീക്ഷ എന്ന പ്രിയ കുഞ്ഞിനെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മക്കൾ അകലെയായിരിക്കുന്നുവല്ലോ. തങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ, കർത്താവിന്റെ സംരക്ഷണവും കരുതലും അനുഭവിപ്പാൻ, കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ. ദൈവമേ, ആവശ്യമായിരിക്കുന്ന ഭൗതിക നന്മകളും ആത്മീയമായ അനുഗ്രഹങ്ങളും എന്ന് പ്രദാനം ചെയ്യണമേ. അതുപോലെ ദൈവമേ, വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന റോയി രാജിനെയും സന്ധ്യയെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ദാനമായിട്ട് നൽകിയിരിക്കുന്ന മകനെ ഓർക്കുന്നു, കെവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയ മക്കളും ജോലി സംബന്ധമായി ദൂരെ ആയിരിക്കുന്നുവല്ലോ. കർത്താവെ, ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സംരക്ഷണം അനുഭവിപ്പാൻ,
കർത്താവ് നിറസ്ഥാനത്തും അനുഭവിപ്പാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് COVID-19 മൂലം ജനം ഭയത്തിലും വേദനയിലും നിരാശയിലും ആയിരിക്കുന്നുവല്ലോ. കർത്താവ് പ്രിയമക്കളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സമാധാനം ആശ്വാസം അനുഭവിപ്പാൻ ഇടയാക്കണമേ. കർത്താവിൽ ബലപ്പെടുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് പരിപാലിക്കണമേ, നന്മകളാൽ വഴി നടക്കണമേ. പരിശുദ്ധ കർത്താവെ വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന സന്ദീപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ തൃക്കൻ പാർക്കണമേ. പ്രിയമകനും മാർഗത്തെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാൻ നന്മ അനുഭവിപ്പാൻ സഹായിക്കണമേ. പരിശുദ്ധ പിതാവെ, ലോകത്തെ ബാധിച്ചിരിക്കുന്ന ആ COVID-19 എന്ന മഹാമാരി കർത്താവ് പൂർണ്ണമായിട്ട് നീക്കണമേ. COVID-19 മൂലം ധാരാളം പേർ വിവിധ രാജ്യങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവ് ഉറ്റവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ ഓർക്കും. ദൈവമേ, അങ്ങ് ബലപ്പെടുത്തണമേ. സ്വർഗീയ സമാധാനം ആശ്വാസവും അങ്ങ് പകരണമേ. കർത്താവ് രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. COVID-19 ബാധിച്ച് രോഗികളായിരിക്കുന്നവരെ അങ്ങ് തൃക്കൻ പാർക്കണമേ. കർത്താവ് ആവശ്യമായ രോഗസൗഖ്യം അവർക്ക് പ്രദാനം ചെയ്യണം. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഞങ്ങൾ ഓർക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ ഓർക്കുന്നു. മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടാക്ഷിക്കണം. കർത്താവ് അവരെയും ബലപ്പെടുത്തണമേ. കടന്നു പോകാതെ രോഗികളെ പരിചരിപ്പാൻ സൂക്ഷിപ്പാനുള്ള കൃപ അങ്ങ് നൽകണമേ. ദൈവമേ, ഈ വൈറസിന്റെ വ്യാപനം പൂർണ്ണമായിട്ട് അങ്ങ് നീക്കണമേ. ഈ അവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം അങ്ങ് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യണമേ. അതിശയം അങ്ങ് പ്രവർത്തിക്കണമേ. പരിശുദ്ധ കർത്താവെ, ഈ ആഴ്ചകൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തൃക്കൻ പാർക്കണം. അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങിൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അങ്ങിൽപ്പിച്ചിരിക്കുന്ന കടമ നിർബടിയായിട്ട് ചെയ്യുവാൻ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ ഈ കാശാണ് ദേശത്തെ ഓർക്കും. ഈ ദേശത്തെയും ദേശവാസികളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ട സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞാൻ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ എൻ്റെ പാപ കടങ്ങളെ നിന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷം ഇരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ.